LP-UPയുടെ ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. ക്ലാസ് മുറികളിൽ നടക്കുന്ന പഠന പ്രവർത്തനങ്ങൾ കൂടി മാത്രമല്ല പഠനം നടക്കുന്നത്. വിഭിന്ന സാഹചര്യങ്ങളിൽ ഇടപെട്ട് നിർമ്മിച്ചെടുക്കുന്നതാണ് പഠനം. പഠിതാവിൻ്റെ ഓരോ പ്രവൃത്തിയിലും പഠനം അടങ്ങിയിരിക്കുന്നു. സാമൂഹികരണം, സോഷ്യലൈസേഷൻ, ദൃശ്യവത്കരണം, വിഷ്വലൈസേഷൻ, അനുകരണം, ഇമിറ്റേഷൻ എന്നിവ വഴിയാണ് പഠനം നടക്കുന്നത്. ജോൺ ഡ്യൂയുടെ അനുഭവ പഠനത്തിൻ്റെയും വൈഗോട്സ്കിയുടെ സാമൂഹിക ന്യായ നിർമ്മിതിയുടെയും പല നല്ല ഗുണങ്ങളും ഇതിൽ കാണാം. ജീൻ ലാവയാണ് ഈ സിദ്ധാന്തത്തിൻ്റെ മുൻനിരക്കാരൻ. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറികളിൽ നടക്കുന്ന പഠന പ്രവർത്തനങ്ങൾ കൂടി മാത്രമല്ല പഠനം നടക്കുന്നത്. വിഭിന്ന സാഹചര്യങ്ങളിൽ ഇടപെട്ട് നിർമ്മിച്ചെടുക്കുന്നതാണ് പഠനം. പഠിതാവിൻ്റെ ഓരോ പ്രവൃത്തിയിലും പഠനം അടങ്ങിയിരിക്കുന്നു. സാമൂഹികരണം, ദൃശ്യവത്കരണം, അനുകരണം എന്നിവ വഴിയാണ് പഠനം നടക്കുന്നത്. ജോൺ ഡ്യൂയുടെ അനുഭവ പഠനത്തിൻ്റെയും വൈഗോട്സ്കിയുടെ സാമൂഹിക ന്യായ നിർമ്മിതിയുടെയും പല നല്ല ഗുണങ്ങളും ഇതിൽ കാണാം. ജീൻ ലാവയാണ് ഈ സിദ്ധാന്തത്തിൻ്റെ മുൻനിരക്കാരൻ. അടുത്ത ക്വസ്റ്റ്യനാണ്, പഠനത്തിലെ റിപ്പയർ തിയറി അർത്ഥമാക്കുന്നതെന്താണ്? ആരാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വച്ചത്? ഉത്തരം, ഏതൊരു പഠനത്തിനും നിയതമായ ഒരു പ്രക്രിയാക്രമമുണ്ട്. ഈ ക്രമം എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും അത് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ എന്താണെന്നും അവ എങ്ങനെ പരിഹരിക്കാമെന്നും നിർദ്ദേശിക്കുന്ന ഈ സിദ്ധാന്തമാണ് റിപ്പയർ തിയറി. കെ വാൻ ലീൻ ആണ് ഇത് മുന്നോട്ട് വച്ചത്. ബൈക്ക് ഓടിക്കുന്നതിന് ഒരു ക്രമമുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുക, ഗിയർ ന്യൂട്രലിലാക്കുക, സ്റ്റാർട്ടാക്കുക, ക്ലച്ച് പിടിക്കുക, ഒപ്പം ഗിയർ മാറ്റുക, ക്ലച്ച് റിലീസ് ചെയ്യുക, ആക്സിലറേഷൻ കൊടുക്കുക. ഈ ക്രമം പൂർത്തിയാക്കാതെ വരുന്ന ഘട്ടത്തിൽ ഇത് മറികടക്കാനായി ഡ്രൈവർ പല ശ്രമങ്ങൾ നടത്തും. പഠനത്തിൽ കൊണ്ടുവരുന്ന ഇത്തരം ശ്രമങ്ങളെയാണ് വാൻ ലീൻ റിപ്പയർ തിയറിയിൽ വിശദമാക്കുന്നത്. പഠനത്തിലെ റിപ്പയർ തിയറി അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു പഠനത്തിനും നിയതമായ ഒരു പ്രക്രിയാക്രമമുണ്ട്. ഈ ക്രമം എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും അത് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ എന്താണെന്നും അവ എങ്ങനെ പരിഹരിക്കാമെന്നും നിർദ്ദേശിക്കുന്ന ഒരു സിദ്ധാന്തമാണ് റിപ്പയർ തിയറി. കെ വാൻ ലീൻ ആണ് ഇത് മുന്നോട്ട് വെച്ചത്. ഉദാഹരണത്തിന്, ബൈക്ക് ഓടിക്കുന്നതിന് ഒരു ക്രമമുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുക, ഗിയർ ന്യൂട്രലിലാക്കുക, സ്റ്റാർട്ടാക്കുക, ക്ലച്ച് പിടിക്കുക, ഒപ്പം ഗിയർ മാറ്റുക, ക്ലച്ച് റിലീസ് ചെയ്യുക, ആക്സിലറേഷൻ കൊടുക്കുക. ഈ ക്രമം പൂർത്തിയാക്കാതെ വരുന്ന ഘട്ടത്തിൽ ഇത് മറികടക്കാനായി ഡ്രൈവർ പല ശ്രമങ്ങൾ നടത്തും. പഠനത്തിൽ കണ്ടുവരുന്ന ഇത്തരം ശ്രമങ്ങളെയാണ് വാൻ ലീൻ റിപ്പയർ തിയറിയിൽ വിശദമാക്കുന്നത്. താങ്ക്